ദുരിതപ്പെയ്ത്തിന്റെ ബാക്കി. ഇടുക്കി ഡാം നാളെ തുറക്കും. രാവിലെ 11 മണിക്കാണ് ഷട്ടറുകൾ ഉയർത്തുക. ഇപ്പോഴത്തെ നിരക്കിൽ രാവിലെ 7 മണിക്ക് ജലനിരപ്പ് അപ്പർ റൂൾ കർവിലെത്തും. ഇടുക്കിയിൽ നിന്ന് വെള്ളമൊഴുകുന്ന പ്രദേശങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. ഇടുക്കി അണക്കെട്ട് വീണ്ടും തുറക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതൊക്കെ വരെ ഇടുക്കി ഡാം നാളെ രാവിലെ 11 മണിക്ക് 2 ഷട്ടറുകൾ 50 സെൻറ്റിമീറ്റർ ഓപ്പൺ ചെയ്യും. 100 ക്യൂബിക് വാട്ടർ ഡിസ്ചാർജ് ചെയ്യും. അതായത് 1 ലക്ഷം ലിറ്റർ വെള്ളം പെർ സെക്കൻഡ് ഡിസ്ചാർജ് ചെയ്യാനാണ് എടുത്തിട്ടുള്ള തീരുമാനം. ഒരുപക്ഷെ ഡാമിൻ്റെ ഇന്നത്തെ ലെവലെടുത്ത് നോക്കുമ്പോൾ ഓറഞ്ച് അലേർട്ടാണ് നിൽക്കുന്നത്. റെഡ് അലേർട്ട് വന്നിട്ടില്ല. റെഡ് അലേർട്ടിൽ എത്തിയില്ലെങ്കിൽ പോലും കഴിഞ്ഞകാല അനുഭവവും കാലാവസ്ഥാ പ്രവചനവും വീണ്ടും ഫ്ലഡ് ഉണ്ടായേക്കാമെന്നുള്ള ആശങ്കയും എല്ലാം മുൻപിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ അതുകൊണ്ടെന്നൊരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് ചേർന്നു. അദ്ദേഹം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അപ്പോൾ ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അല്പം നേരത്തെ ഡാം തുറന്ന് ജലം വിടുമായിരിക്കും നല്ലതെന്നുള്ളൊരു അഭിപ്രായം രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നിയോഗിച്ച സംഘമാണ് നാളെ 11 മണിക്ക് 100 ക്യൂബിക് വാട്ടർ ഡിസ്ചാർജ് ചെയ്യണമെന്നുള്ള തീരുമാനം നമ്മളെ അറിയിച്ചത്. അതനുസരിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. കളക്ടർ നമ്മോടൊപ്പമുണ്ട്. മാഡം, എങ്ങനെയാണ് ആളുകൾക്ക് അലേർട്ട് കൊടുത്ത് മാറ്റി പാർപ്പിക്കുന്നതിനാണോ? ആളുകൾക്ക് ഇപ്പോഴേ തന്നെ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. 5 വില്ലേജുകൾ, കൊന്നത്തടി, വാത്തിക്കുടി, കഞ്ഞിക്കുഴി, ഇടുക്കി വില്ലേജുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഉപ്പുതറ, അത്രയും വില്ലേജുകൾ ഇതിൻ്റെ അകത്ത് വരുന്നു. എല്ലാ വില്ലേജിലുള്ളവരെയും നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരെ എവിടെ താമസിപ്പിക്കണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് അലേർട്ട് ഇന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും തയ്യാറെടുപ്പുകൾ പൂർണ്ണമാണ് എന്നാണ് ജില്ലാ ഭരണകൂടവും മന്ത്രിയും ഒക്കെ വ്യക്തമാക്കുന്നത്. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായുള്ള ചില പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ 2018 അണക്കെട്ട് തുറന്നു വിട്ടപ്പോൾ ഏറ്റവും അധികം ജലം ഒഴുകിയെത്തിയത് ഈ ചെറുതോണി പുഴ വഴിയാണ്. ഈ സമീപത്ത് തന്നെയുള്ള ചപ്പാത്ത് പൂർണ്ണമായും തകർന്നു പോവുകയും ഗതാഗതത്തിന് യോഗ്യമല്ലാതാവുന്ന വിധം ബലക്കുറവുണ്ടാവുകയും ചെയ്തു. പിന്നീട് പുതിയ ചപ്പാത്ത് പുതുക്കി പണിതിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ നിർമ്മാണ സാമഗ്രികൾ അടിയന്തരമായി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ തൊഴിലാളികൾ നടത്തുന്നത്. അല്ലെങ്കിൽ ഈ നിർമ്മാണ സാമഗ്രികൾ മുഴുവൻ ഒഴുക്കിൽപ്പെട്ടു പോകുന്നതിനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഒരു വലിയ മഴ വന്ന് അണക്കെട്ട് നിറയുന്നതിലേക്ക് കാത്തു നിൽക്കാതെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. നമുക്ക് ദൂരെ കാണാം, മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ പ്രവർത്തിച്ച് ഈ അണക്കെട്ടിലെ വെള്ളം ഒഴുകി വരാനുള്ള പാതകൾ സുഗമമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. KCB ചെയർമാൻ മാധ്യമങ്ങളെ കണ്ടു. തത്സമയം രംഗത്ത് വന്നിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് മറ്റതിലേക്ക് കടക്കാം. ഡയറക്ടർ ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഇങ്ങോട്ട് വന്നോ. യു കം മൈക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നാച്ചുറൽ കലാമിറ്റിയിൽ നമുക്ക് ഏകദേശം 5,20,000-ഓളം കൺസ്യൂമറുടെ വൈദ്യുതി ബന്ധമാണ്. അല്ല, ഒന്ന് ഹോൾഡ് ആണോ? അല്ല, അത് ഡേറ്റ എവിടെയാണുള്ളത്? അല്ല, അത് വേണേൽ പ്രത്യേകം പറയാം. തൽക്കാലം കേട്ടോളൂ, പറയുന്നത് കേട്ടോളൂ. ആവശ്യം വേണ്ട ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാതെ. 5,20,000 ഉപഭോക്താക്കളുടെ വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിക്കപ്പെട്ടത്. നിരവധി വൈദ്യുതി പോസ്റ്റുകൾക്കും നാശം സംഭവിച്ചു. ലോ ടെൻഷൻ പോസ്റ്റുകൾ 1560 എണ്ണവും ഹൈ ടെൻഷൻ പോസ്റ്റുകൾ 485 നഷ്ടപ്പെട്ടത്. അതുപോലെ വിവിധ ജില്ലകളിലായി 6400 സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണ പ്രശ്നങ്ങളുണ്ടായി. അതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ ഊർജിതമായ പ്രവർത്തനമാണ് നമ്മുടെ ഫീൽഡ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. അതിൻ്റെ ഫലമായി
4.5 ലക്ഷത്തോളം വൈദ്യുതി കണക്ഷനുകൾ ഇതിനകം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ചില മേഖലകളിൽ ഈ സേഫ്റ്റി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചില ട്രാൻസ്ഫോർമറുകൾ ഇപ്പോൾ ഓഫ് ചെയ്ത് വച്ചിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ, സുരക്ഷിതമായി കഴിഞ്ഞാൽ അത്തരം മേഖലകളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതാണ്. ഇപ്പോഴത്തെ വിവരമനുസരിച്ച് 45,000-ഓളം കൺസ്യൂമേഴ്സിനാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത് ബഹുഭൂരിപക്ഷവും ഈ സുരക്ഷിതമായി വിതരണം നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് 63 ട്രാൻസ്ഫോർമറുകൾ പൂർണ്ണമായും കേടായി കഴിഞ്ഞു. അത് മാറ്റിസ്ഥാപിക്കുന്ന പണി ഇപ്പോൾ നടന്നു. KSB ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വിവരങ്ങൾ, കലാമിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. തിരിച്ചു വരാം. മറ്റു വാർത്തകൾ. ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP-യുടെ പ്രതികരണത്തിലേക്ക്. ഡാം തുറക്കുകയാണ് ഏറ്റവും സേഫ്റ്റി. കാരണം അല്ലാത്തിടത്തോളം നമുക്ക് വലിയ റിസ്ക് ആണ്. കാരണം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും വലിയ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണം പറയുന്നു. 2018 അനുഭവം ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ പെയ്തപ്പോൾ നമ്മുടെ കൺട്രോളിലും ഇല്ല. അപ്പോ എല്ലാ ഡാമും ഒരുമിച്ച് മുന്നറിയിപ്പില്ലാതെ തുറക്കേണ്ടി വന്ന ഒരു പരിസ്ഥിതിയുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് ഈ ഡാം തുറന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനമാണ്. അല്ലാത്തടത്തോളം നമുക്ക് യാതൊരു തരത്തിലുള്ള മുൻകരുതൽ എടുക്കാൻ സാധിക്കും. അത് എല്ലാ ജില്ലകളെയും ബാധിക്കുന്നത്. ഇടമലയാർ അണക്കെട്ട് നാളെ രാവിലെ 6 മണിക്ക് തുറക്കും. പെരിയാർ തീരത്തുള്ള കുട്ടമ്പുഴ, കവളങ്ങാട്, കീരമ്പാറ പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. സാഹചര്യം വിലയിരുത്താൻ കോതമംഗലത്ത് മൂവാറ്റുപുഴ RDO PN അനിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇടമലയാർ അണക്കെട്ട് നാളെ രാവിലെ 6-ന് തുറക്കാൻ തീരുമാനിച്ചത്. പരമാവധി സംഭരണശേഷിയായ 169 മീറ്ററിലേക്ക് അണക്കെട്ടിലെ ജലനിരപ്പ് അടുക്കുകയാണ്. അണക്കെട്ട് തുറക്കാൻ തീരുമാനിച്ചതോടെ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കോതമംഗലം താലൂക്ക് ഓഫീസിൽ മൂവാറ്റുപുഴ RDO PN അനിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സാഹചര്യം വിലയിരുത്തി. നോട്ടീസ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് വില്ലേജ് ഓഫീസർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ അപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് തുടങ്ങും, ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട് വരും. ഇപ്പോൾ കുറേ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോൾ അത് പോയി അവർ ഇപ്പം തന്നെ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഷട്ടറുകൾ തുറന്നാൽ പെരിയാറിലൂടെ കുട്ടമ്പുഴ, കവളങ്ങാട്, കീരമ്പാറ പഞ്ചായത്തുകളിലൂടെയാണ് വെള്ളമെത്തുക. ഈ പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള നേര്യമംഗലം, ഇഞ്ചത്തൊട്ടി, ഭൂതത്താൻകെട്ട് പ്രദേശങ്ങളിലെ താമസക്കാരും ജാഗ്രത പാലിക്കണം. ഇടുക്കി ഡാം തുറക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇടമലയാർ തുറക്കുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം ആദ്യമെത്തുന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് ഇടമലയാർ. മാറ്റിപ്പാർപ്പിക്കുന്നവർക്കായി താലൂക്കിലെ 13 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ഇടമലയാർ, ഇടുക്കി ഡാമുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരപ്രദേശങ്ങൾ ജാഗ്രതയിലാണ്. ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പെരിയാറിന്റെ ജലനിരപ്പ് താഴുന്നത് ആശ്വാസമാണ്. സിജോ വി ജോൺ ചേരുന്നു മുട്ടാപ്പുഴയുടെ തീരത്ത് നിന്ന്. സിജോ, ഡാമുകൾ തുറക്കുന്നത്, വെള്ളം കൂടുതലായിട്ട് എത്തുന്നത് എല്ലാം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണോ ഉള്ളത്? എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ചെറുതോണി അണക്കെട്ടും അതോടൊപ്പം തന്നെ ഇടമലയാറും തുറക്കുന്നത് വലിയ ആശങ്ക തന്നെയാണുള്ളത്. പക്ഷേ കൃത്യമായൊരു മുൻകരുതൽ എന്ന നിലയിലാണ്, കൃത്യമായ ഇടവേളകളിലാണ് ഈ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തുന്നതെന്നാണ് പ്രത്യേകത. കാരണം ഇടുക്കി അണക്കെട്ടിലെ വെള്ളം പെരിയാറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇടമലയാറിലെ ഷട്ടറുകൾ ഉയർത്തി പരമാവധി വെള്ളം പെരിയാറ്റിലൂടെ ഒഴുക്കുക എന്ന ഒരു ലക്ഷ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് വെള്ളം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ വെള്ളം ഈ പെരിയാർ വഴി കടന്നു പോകും. അതിനുശേഷമായിരിക്കും ഏകദേശം ഒരു 4-5 മണിക്കൂറുകൾ കൊണ്ടാവും ഈ ആലുവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുക. ഞാനിപ്പോൾ ഉള്ളത് മുട്ടാർപ്പുഴയാണ്. മുട്ടാർപ്പുഴയുടെ തീരത്താണുള്ളത്. വെള്ളം കലങ്ങി ഒഴുകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണയൊക്കെ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ വെള്ളം കയറി വീടുകളിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത് ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള മഴയില്ല. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം വളരെയധികം കുറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ നാളെ ഈ ഡാം തുറക്കുമ്പോൾ എന്തായാലും പരമാവധി വെള്ളം ഇങ്ങോട്ട് കയറുമെന്നാണ് കരുതുന്നത്. എങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു ഇടവേളകളിൽ തന്നെ ഇത്തരത്തിൽ വെള്ളം ഒഴുക്കി വിടുന്നത് കൊണ്ട് തന്നെ അത്ര രീതിയിൽ കഴിഞ്ഞ തവണത്തെ അത്ര രീതിയിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ആളുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എല്ലാവർക്കും എത്തിയിട്ടില്ല. എങ്കിൽ പോലും മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ഈ വിവരങ്ങൾ അറിഞ്ഞ് മുൻകരുതൽ എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയുള്ള മാതാചേട്ടനെ തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ
2 ഡാമുകളിൽ നിന്നാണ് ഒരേ സമയം വെള്ളം വരുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ TV-യിലൂടെയാണ് അറിഞ്ഞത്. TV-യിൽ മാത്രമേ കാണുന്നുള്ളൂ. ആദ്യം ഇടമലയാർ തുറക്കും രാവിലെ 6 മണിക്ക്, ഇടുക്കി 11 മണിക്കാണ് പറയുന്നത്. ഇവിടുന്ന് മാറണമെന്നോ വല്ല നിർദ്ദേശങ്ങളുണ്ടോ? ഒന്നുമില്ല. കഴിഞ്ഞ തവണത്തെ ഒരവസ്ഥ എങ്ങനെയായിരുന്നു ഈ പ്രദേശം? വെള്ളം എന്ന് വെച്ചാൽ ആഗസ്റ്റ് 15-ാം തീയതി ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങിയത്. അന്ന് മൊത്തത്തിൽ റോഡിലേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് മൊത്തം ഇവിടെ ഞങ്ങൾ 2 വീട്ടുകാരുണ്ടായുള്ളൂ അന്ന് പോകാനായിട്ട്. മൊത്തം മുങ്ങിപ്പോയി. ഇത്തവണ അങ്ങനെ ഒരു പേടിയുണ്ടോ? മുന്നറിയിപ്പൊന്നുമില്ല. ഇത്തവണ ഒരു പേടിയുണ്ടോ? കുറച്ചാണ് ഷട്ടർ തുറക്കുന്നത്. അങ്ങനെ പേടിയൊന്നുമില്ല. ഒറ്റടിക്ക് വരില്ലെന്ന പ്രതീക്ഷിക്കണം ഞങ്ങൾ. വരുന്നതനുസരിച്ച് മാറാന്നുള്ളല്ലേ? അങ്ങനെയാണെങ്കിൽ മാറാനുള്ള സംവിധാനം നോക്കും. എന്തായാലും ഇത് മുട്ടാർപ്പുഴയുടെ തീരത്തുള്ള ആളുകളാണ്. കഴിഞ്ഞ തവണത്തെ അത്രയും വെള്ളം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് നേരിട്ട് എത്തി ഉദ്യോഗസ്ഥർ അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. ഒരു മുൻകരുതൽ എന്ന നിലയിൽ തന്നെ വെള്ളം കൂടുകയാണെങ്കിൽ മാറാൻ വേണ്ടിയാണ് ഇവിടെയുള്ള ആളുകളുടെ തീരുമാനം. അതേസമയം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുക എന്ന് പറയുന്നത് ആലുവ, അതോടൊപ്പം തന്നെ പറവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടങ്ങളിലാണ് ബാധിക്കുക. അവിടെയെല്ലാം കൃത്യമായ ആളുകൾക്ക് അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ 2 ഇടങ്ങളിൽ നിന്ന് ഒരേ സമയം വെള്ളം വരുന്ന ഒഴിവാക്കി പരമാവധി വെള്ളം കുറച്ച് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് ഓരോ അടി തോറും കുറയുന്നുണ്ട്. കാരണം 2 മണിക്കൂറിനുള്ളിൽ 20 സെന്റിമീറ്ററിന് ഉൾപ്പെടെ അത്രയും വെള്ളമാണ് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാത്രിയിലൊക്കെ കാര്യമായി മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ പെരിയാറിലൂടെയുള്ള ജലനിരപ്പ് വളരെയധികം കുറയും. അതുകൊണ്ട് തന്നെ രാവിലെ ഇടമലയാറിലൊക്കെ വെള്ളം വരികയാണെങ്കിൽ ഒരു പരിധി വരെ പലയിടങ്ങളിലേക്കും വെള്ളം കയറുന്നത് ആശ്വാസകരമാണ്. പെരിയാറിന്റെ വെള്ളം കുറയുന്നത്. പക്ഷേ ജാഗ്രത വേണം. ഡാമുകൾ നാളെ തുറക്കും. നന്ദി സിജോ വിവരങ്ങൾക്ക്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്ത് സംസ്ഥാനത്തുടനീളം ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഡാമുകൾ തുറക്കുന്നതെന്നും മന്ത്രി കെ രാജൻ. 11 മണിക്കും 11:15-നും 30 സെന്റിമീറ്റർ വീതം ഉയരത്തിലാണ് കക്കി ഡാമിൻ്റെ 2 ഷട്ടറുകൾ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള റൂൾ കർവിനേക്കാൾ മുകളിലാണിപ്പോൾ കക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും കാത്തിരുന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യത്തിലേക്ക്, ഒരു സംവിധാനത്തിലേക്ക് പോകാൻ കഴിയില്ല. ഡാം തുറന്നതിന് ശേഷം നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആളുകൾ പേടിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. ഇപ്പോൾ KCB ചെയർമാൻ ഡോക്ടർ അശോക് മാധ്യമങ്ങളെ കണ്ടു. അവർ നാളെ തന്നെ ചെയ്യണമെന്നില്ല, 20-ാം തീയതി നോക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന് രാത്രി അതിവർഷം സംഭവിക്കുകയാണെങ്കിൽ ഈ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ നമുക്ക് രാത്രി തന്നെ റിവൈസ് ചെയ്യേണ്ടി വരും. അല്ല, നമ്മുടെ ടാർഗറ്റ് അപ്പർ റൂൾ ലെവലിലേക്ക് ഡാമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഇടുക്കിയിൽ ഫോർ എക്സാമ്പിൾ അപ്പർ റൂൾ ലെവലിന് മീതെയും നമുക്കൊരു 100-110 MCM സ്റ്റോറേജ് ഉണ്ട്. അത് ഫ്ലഡ് കുഷനാണ് ഡാമിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, 20-നും 23-നും ഇടയ്ക്ക് വീണ്ടും ഒരു അതിവർഷം വന്നു കഴിഞ്ഞാലും അനിയന്ത്രിതമായിട്ട് ഇടുക്കി സ്പിൽ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് അത് നേരത്തെ ഒരുക്കി നിർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് ഇനി ഓരോ റിസർവറായിട്ട് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, ഈ കഴിഞ്ഞ 2 ദിവസത്തെ സ്പെല്ലിൻ്റെ ഫീച്ചേഴ്സ് പിന്നെ എക്സ്പെർട്ട് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പറയും. ഇന്നലെ 2 ദിവസം കൊണ്ട് 30 കത്തി ഒഴുകി. അപ്പോഴേ പമ്പ കരകങ്ങൾ ഒഴുകിയതുകൊണ്ടാണ്. മറ്റു വാർത്തകളിലേക്ക്. ഏത് സാഹചര്യം നേരിടാനും എറണാകുളം ജില്ല സജ്ജമാണെന്ന് മന്ത്രി പി രാജീവ്. ഇടമലയാർ ഡാം നേരത്തെ തുറക്കേണ്ടി വന്നാൽ തുറക്കുമ്പോൾ ആവശ്യമായ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരേ സമയം എല്ലാ അണക്കെട്ടുകളും തുറക്കാനുള്ള സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരുക്കവും നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ്. ഏത് സാഹചര്യവും നേരിടുന്നതിന് സുസജ്ജമാണ് ജില്ലയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും. ജില്ലാ ഭരണകൂടം അതിനാവശ്യമായ ക്രിയാത്മകമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഒരേ സമയം അണക്കെട്ടുകൾ തുറന്നു വിടാതിരിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ വിദഗ്ധ സമിതി ആലോചിക്കുന്നത്. വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുമില്ല. നമ്മുടെ ഇവിടെയുള്ള ഷട്ടറുകളെല്ലാം തന്നെ നേരത്തെ തുറന്നിട്ടുണ്ട്. പുറപ്പള്ളിക്കാവായാലും മഞ്ഞൂമലായാലും 5 ഷട്ടറുകളെല്ലാം തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സമുണ്ടാകാൻ ഇടയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയെങ്കിലും പ്രളയസമാനമായ സാഹചര്യം ഇതുവരെയില്ല. പമ്പയാറിലും അച്ചൻകോവിലാറിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയരാത്തത് ആശ്വാസത്തിന് വകവെക്കുന്നു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് റാന്നി MLA പ്രമോദ് നാരായണൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് VV വിനോദിന്റെ റിപ്പോർട്ട്. റാന്നി MLA പ്രമോദ് നാരായണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? മഴ മാറി നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്? നേരത്തെ റാന്നിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്, എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്? റാന്നിയിലെ മുൻകാല പ്രളയം സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക ജനങ്ങളിൽ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഒന്ന്, കക്കി ഡാം, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം കക്കി ഡാമിലെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും സ്റ്റേബിളായി കഴിഞ്ഞു. കാരണം നമുക്ക് കക്കി ഡാമിലേക്കുള്ള വെള്ളം അത് നമുക്കറിയാം, വനാന്തർ ഭാഗത്ത് പെയ്യുന്ന മഴയുണ്ട്. നമ്മുടെ കൺമുമ്പിൽ മഴ പെയ്യുന്നില്ലെങ്കിലും വനത്തിൽ പെയ്യുന്ന മഴയാണ് പലപ്പോഴും ഡാമുകളിലെ ജലനിരപ്പ് ഉയർത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഡാമിൻ്റെ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ സ്റ്റേബിളാണ് എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് ആശ്വാസകരമാണ്. അപ്പം നമ്മൾ ഡാം വിടാനെടുത്ത തീരുമാനം തീർച്ചയായിട്ടും അത് ഏറ്റവും ഉചിതമായി എന്നാണ് ഇപ്പോഴത്തെ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 100 ക്യുമെക്സ് മുതൽ 200 ക്യുമെക്സ് വരെ തുറന്നുവിടാനാണ് നമ്മൾ തീരുമാനിച്ചത്. അതനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായി കണക്കാക്കിയിരുന്നു 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും ജലം ഉയരുന്നത്. പമ്പാ ത്രിവേണിയിലാണെങ്കിലും പെരുന്തേനരുവിയിലാണെങ്കിലും ജലനിരപ്പ് ഉയരുന്നതിൻ്റെ നിരക്ക് നമ്മൾ പരിശോധിച്ചപ്പോൾ, തോത് പരിശോധിച്ചപ്പോൾ ആ നിലയിൽ തന്നെയാണ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സാധ്യതയുമില്ല. ഏറ്റവും അനുകൂലമായൊരു കാര്യം കാലാവസ്ഥ അനുകൂലമാണ്, മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അനിവാര്യമാണെങ്കിൽ, ഏറ്റവും ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് വിദഗ്ധരാണ് പറയേണ്ടത്, ഡാം വിദഗ്ധരും ദുരന്ത നിവാരണ വിഭാഗവുമാണ്. അങ്ങനെയാണെങ്കിൽ 20-ാം തീയതി മുതൽ മറ്റൊരു മഴ കൂടി പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ പമ്പ ഡാം കൂടി തുറക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അന്തിമ തീരുമാനം വിദഗ്ധരാണ് എടുക്കേണ്ടത്. അതുകൂടി പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ അങ്ങനെ വേണ്ടി വന്നാലും ആളുകളെ ഒഴിപ്പിക്കൽ, ആവശ്യമായ മുന്നറിയിപ്പുകൾ, ക്യാമ്പുകൾ ഒരുക്കൽ, അതിനെ കോവിഡ് സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കോവിഡ് രോഗികൾക്ക് ക്വാറന്റൈൻ, സാധാരണക്കാരായ ആളുകൾ ഇവർക്കെല്ലാം പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കൽ, ഇതിനെല്ലാം പൂർണ്ണമായി നമ്മുടെ ജില്ലാ ഭരണകൂടം സജ്ജമാണ്. ജനപ്രതിനിധികൾ പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. MLA പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, മഴ മാറി നിൽക്കുന്നു. നമ്മളിപ്പോൾ റാന്നി പാലത്തിന് മുകളിലാണുള്ളത്, ഒഴുകുന്നത് പമ്പയാറാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ പ്രളയ സമയത്ത്, ആദ്യ പ്രളയത്തിലും രണ്ടാമതും ആ കാണുന്ന കെട്ടിടങ്ങളുടെ പകുതി വരെയെങ്കിലും മുങ്ങി നിന്ന ഓർമ്മ ഉണ്ട്. നമ്മൾ അന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കെട്ടിടങ്ങളുടെ ഒക്കെ തന്നെയും പകുതി അളവിൽ വരെ ജലം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത്തരമൊരു പേടിപ്പിക്കുന്ന കാഴ്ചയല്ല ഇപ്പോൾ ഉള്ളത്. കക്കി ഡാം തുറന്നു, 2 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. ജലം ഒഴുകുന്നെങ്കിൽ കൂടിയും കരയിലോട്ട് കയറുന്നില്ല. അങ്ങനെ ഒരു വലിയ ആശ്വാസമുണ്ട്. മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെയാണ് ജനപ്രതിനിധികളും പറയുന്നത്. ഷിജു ചവറയ്ക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും മലയോര മേഖലകളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയതോടെ ആലപ്പുഴയിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു തുടങ്ങി. അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് കലക്ടറേറ്റിൽ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, സ്ഥിതി വിലയിരുത്താനുള്ള യോഗമാണ് നടക്കുന്നത്. എന്തൊക്കെ മുൻകരുതലുകളാണ് കൂടുതലായി എടുക്കുന്നത്? വെള്ളം കയറിയിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പൂർണ്ണമാണോ? തന്നെ ആലപ്പുഴ കളക്ടറേറ്റിൽ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, ഒപ്പം തന്നെ കൃഷി മന്ത്രി P പ്രസാദ് അടക്കമുള്ള ആളുകൾ ചേർന്ന യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആലപ്പുഴ കളക്ടറേറ്റിൽ യോഗം ചേർന്നത്. കക്കി ഡാം തുറന്നതിന്റെ ഭാഗമായി ചെറിയ ഒരു ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കാജനകമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള വിലയിരുത്തലിലാണ്
ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഇവാക്യുവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ആളുകളെ പമ്പയാറിന്റെയും ഒപ്പം തന്നെ മറ്റ് ആളുകളുടെയും തീരപ്രദേശങ്ങളിലുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വെള്ളം അപ്പർ കുട്ടനാടിന്റെ മേഖലകളിൽ പല താഴ്ന്ന ഇടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. വിയപുരം ഒപ്പം തന്നെ എടത്വ, തലവടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉള്ള വെള്ളമായിരുന്നു. ഇത് രാവിലെ വേലിയേറ്റത്തിന്റെ പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് വെള്ളം കൂടുതലായി ഇറങ്ങിപ്പോകാഞ്ഞത്. 11 മണിയോടുകൂടി വെള്ളം തോട്ടപ്പള്ളി വഴി ഇറങ്ങുന്നുണ്ട്. കാരണം വേലിയേറ്റം അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറക്കമായതുകൊണ്ട് തന്നെ വെള്ളം വലിയ തോതിൽ പുറന്തള്ളാനായി കഴിയുന്നുണ്ട്. ഈ കക്കി ഡാം തുറന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ജലം ഒഴുകി എത്തുന്നതിന് മുമ്പ് ഇവിടുത്തെ ജലം തോട്ടപ്പള്ളിയും ഒപ്പം തന്നെ തണ്ണീർമുക്കവും വഴി പുറന്തള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയോ ജലനിരപ്പ് വലിയ തോതിൽ ഉയരാനുള്ള സാഹചര്യമോ ഇല്ല എന്നാണ് ഇപ്പോൾ ഇറിഗേഷൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ആ ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്തെങ്കിലും അടിയന്തര സാഹചര്യം അഥവാ ഉണ്ടായാൽ പോലും അതിനുള്ള തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ, അതായത് ആലപ്പുഴ നഗരത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ക്യാമ്പുകൾ അതിനനുസരിച്ചുള്ള തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോവിഡ് പ്രതിസന്ധിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ 5 വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികളുടേതായി ഇന്നലെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം മത്സ്യത്തൊഴിലാളികളും അവിടെയുണ്ട്. അതുകൊണ്ട് അത്ര ഭീതിതമായ അന്തരീക്ഷമൊന്നും നിലവിലില്ല. ഇതൊക്കെ ഒരു മുൻകരുതലിന്റെ ഭാഗം മാത്രമാണ്. നിലവിലെ കണക്കുകൾ പരിശോധിച്ചാൽ അത്ര പ്രതിസന്ധി ഇല്ലാതെ ഈ വെള്ളം ഒഴുകി നീങ്ങുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും രാത്രിയോടെയാകും വെള്ളം ഒരു പൂർണ്ണതോതിൽ എത്തുക. അത് തോട്ടപ്പള്ളിയും തണ്ണീർമുക്കവും വഴി വലിയ പ്രതിസന്ധി ഇല്ലാതെ പുറന്തള്ളാനാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ശരി, നന്ദി ശരണ്യ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൗജന്യ അരിയും പലവ്യഞ്ജനങ്ങളും നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. റേഷൻ കാർഡുകളും മറ്റും രേഖകളും നഷ്ടപ്പെട്ടവർക്ക് അവ ഉടൻ ലഭ്യമാക്കും. സൗജന്യ റേഷന്റെ ആവശ്യകത വന്നാൽ അത് നൽകുമെന്നും മന്ത്രി കണ്ണൂരിൽ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ബുധനാഴ്ച 11, വ്യാഴം 12, വെള്ളി 13 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം.